ശ്രീകാന്തും ദേവും തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന സംശയം കൊണ്ട് തന്നെ ശ്രീകാന്തിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് ചന്ദ്ര തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രവി പറയുന്നുണ്ട്, എന്റെ കൂട്ടുകാരന്റെ മോളെ തന്നെ നമുക്ക് ആലോചിക്കാം, നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയാണ്. എന്നാ ചന്ദ്ര പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അവന് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം എന്ന് പറയാണ്. അത് വേണ്ട, അവന് പറ്റിയ കുട്ടി തന്നെയാണ് അത്, അവരോട് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം, ഇഷ്ടമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് കുട്ടിയെ പോയി കാണുകയും ചെയ്യാമെന്ന് രവി പറയുമ്പോൾ നമ്മുടെ സച്ചിയും പറയുന്നുണ്ട്, അത് ശരിയാണ് അച്ഛാ, അത് തന്നെ നടക്കട്ടെ എന്ന് പറയാണ്. എന്നാ സച്ചി, നീ തന്നെ പോയിട്ട് അവരോട് ഈ കാര്യം പറ, അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് പോവാ എന്ന് സച്ചിയോട് പറയാണ്. എന്നാ ശരി അച്ഛാ, ഞാൻ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് സച്ചി തിരികെ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത്, എന്താടാ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ അച്ഛാ, അതൊക്കെ ഞാൻ പറയാമെന്ന് പറയാണ്. എടാ നീ കളിക്കാണ്ട് കാര്യം പറയാമെന്ന് രവി പറയാണ്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, അതിപ്പോ എന്താ ചോദിക്കാനുള്ളത്, അവർക്ക് സമ്മതാവെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നാ അച്ഛനൊരു കാര്യം ചെയ്യേ, അച്ഛൻ എൻ്റെ സ്ഥാനത്ത് നിന്ന് ചോദിക്കുക, ഞാൻ പെണ്ണിൻ്റെ അച്ഛനായിട്ട് ഇവിടെ ഇരിക്കാം, അപ്പം ഞാൻ മറുപടി പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു തരാം എന്ന് പറയാണ്. എന്നാൽ ശരി, ഞാൻ നിന്നോട് ചോദിക്കാം, എൻ്റെ അനിയൻ ശ്രീകാന്തിനെ ഇവിടുത്തെ കുട്ടിക്ക് ആലോചിക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പെണ്ണിൻ്റെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് സച്ചി പറയുന്നുണ്ട്, അത് പിന്നെ രവിയെ എനിക്ക് ഒരുപാട് വിശ്വാസമാണ്, ആ വീട്ടിലോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരാനും എനിക്ക് താല്പര്യമാണ്. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛനെ കയറിയിട്ട് എങ്ങനെയാ സച്ചി ഏട്ടാ രവി എന്ന് വിളിക്കുന്നത് എന്ന് പറയാണ്. അത് പിന്നെ അച്ഛൻ്റെ കൂട്ടുകാരനല്ലേ, അപ്പം ഞാൻ രവി എന്നല്ലേ വിളിക്കണ്ടേ, എന്നാ നീ പറ എന്ന് രവി പറയാണ്. അതെ, എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല രവിയുടെ വീട്ടിലായതുകൊണ്ട് തന്നെ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവർക്കിതെന്താ വലിയ സംഭവമാണ്, ഉറുമ്പ് ലഡു കണ്ട എടുത്തോണ്ട് പോവും, ഇത് വലിയൊരു ലഡു അവർക്ക് അങ്ങ് കൊണ്ട് കൊടുക്കുമ്പോൾ അവരത് മേടിച്ച് വെക്കാതെ ഇരിക്കുമോ എന്നൊക്കെ ചന്ദ്ര പറഞ്ഞ് ഇങ്ങനെ കളിയാക്കാണ്. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, മിണ്ടാതിരിക്കുക, അടുത്ത കാര്യം കൂടെ ഞാൻ പറയട്ടെ എന്ന് സച്ചി പറയാണ്. അങ്ങനെ പിന്നീട് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ അച്ഛാ, ഏറ്റവും കൂടുതൽ പേടി അമ്മയുള്ള ഈ വീട്ടിലോട്ട് ആ കുട്ടിയെ പറഞ്ഞു വിടാൻ അവർക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഞെട്ടാണ്, അവർക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് എന്ന് നമ്മുടെ സച്ചി പറയാണ്. അങ്ങനെ അച്ഛൻ്റെ കൂട്ടുകാരൻ തന്നെ നേരിട്ട് വീട്ടിലോട്ട് വരികയാണ് രവിയെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ രവിയോട് സംസാരിക്കുകയാണ്. അങ്ങനെ രവി പറയുന്നുണ്ട്, രേവതിയെ പോലെ നല്ലൊരു കുട്ടിയെ തന്നെ ഇങ്ങോട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ മോളെ ആലോചിച്ചതെന്നൊക്കെ പറയാണ്. രേവതി നല്ല കുട്ടിയാണെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് സച്ചി പറയുന്നുണ്ട്, രേവതി ആണെങ്കിൽ നല്ല പോലെ മീൻകറി ഉണ്ടാക്കും, എന്ത് നല്ല മീൻകറിയാണെന്നറിയോ രേവതിയുടെ മീൻകറി എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നെ കുറിച്ചിട്ട് പാകം പറയാനുള്ളത് രേവതിയുടെ മീൻകറിയെ കുറിച്ച് മാത്രമാണല്ലേ എന്നൊക്കെ മനസ്സിലിങ്ങനെ രേവതി ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നെ സച്ചിക്ക് ഒരു സവാരി വിളി വരികയാണ്. അങ്ങനെ പിന്നീട് രേവതിയോട് കാര്യം പറയാൻ വേണ്ടി റൂമിലോട്ട് ചെല്ലുകയാണ്. രേവതി, ഞാൻ പോവാണ് സവാരിക്ക്, എനിക്ക് സമയമില്ല എന്ന് പറയാണ്. ഈ സമയത്ത് രേവതി ദേഷ്യം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. നിനക്ക് എന്താ പ്രശ്നം, നീ എന്തെങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആകെ എന്നെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ നന്നായി മീൻകറി ഉണ്ടാക്കുന്നു മാത്രമാണല്ലേ, വേറെ ഒന്നും നിങ്ങൾക്ക് എന്നെക്കുറിച്ച് പറയാനുണ്ടായില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, നീ നല്ല മീൻകറി ഉണ്ടാക്കുന്നത് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം, നിങ്ങൾക്ക് ഞാൻ മീൻകറി വെക്കാൻ മാത്രമാണല്ലേ ഇവിടെ വേണ്ടത്, വേറെ ഒന്നിനും ആവശ്യമില്ലല്ലോ എന്ന് രേവതി പറയാണ്. ഞാനതിന് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ രേവതി എന്ന് സച്ചി പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഇനി മുതൽ ഞാനിവിടെ മീൻകറി വെക്കില്ല എന്ന് പറയാണ്. പിന്നെ നീ മീൻകറി വെക്കും, എനിക്ക് തരുകയും ചെയ്യുമെന്ന് ചിരിച്ചുകൊണ്ട് സച്ചി പറയാണ്. പിന്നെ നീ നല്ല മീൻകറി വെക്കുമെന്ന് ഞാൻ പറഞ്ഞോണ്ട് എന്താ കാര്യം, നീ നന്നായി പൂ കെട്ടുമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ എന്ന് കരുതിയിട്ട് ആ പൂ ഞാൻ തലയിൽ വെച്ച് നടക്കാനൊന്നും പോകുന്നില്ലല്ലോ. അതുപോലെ തന്നെ നിന്റെ മീൻകറി നല്ലതാണ്, അത് ഞാൻ കഴിച്ച കാരണം നല്ലതാണെന്ന് ഞാൻ പറയണു, പൂ കെട്ടുന്നത് കാണുമ്പോൾ നീ നന്നായി കെട്ടുന്നുണ്ടെന്നും പറയുന്നു, അതിലിപ്പോൾ എന്താന്നൊക്കെ സച്ചി പറയാണ്. ഇത് കേൾക്കുമ്പോൾ രേവതി ഇങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട്. കണ്ണിൽ ഭയങ്കര ദേഷ്യം, ചുണ്ടത്ത് ഭയങ്കര പുഞ്ചിരിയാണല്ലോ രേവതി എന്നൊക്കെ സച്ചി കളിയാക്കിയിട്ട് രേവതിയെ പറയാണ്. മതി മതി, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്, ഇനി ഇത് കൂടുതലൊന്നും എൻ്റെ അടുത്ത് പറയണ്ട എന്ന് രേവതി പറയാണ്. അങ്ങനെ പിന്നീട് സച്ചി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്ന് നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് സച്ചി അങ്ങനെ ഉന്താണ്. ഓഹോ, നീ എന്നെ ഉന്താണല്ലേ, എന്നാ നിന്റെ ശക്തി ഞാനൊന്ന് കാണട്ടെ, എന്നെ ഒന്ന് ഉന്തി വീഴ്ത്തിക്കേ എന്ന് സച്ചി പറയാണ്. അങ്ങനെ നല്ല ബലമൊക്കെ ഉപയോഗിച്ച് സച്ചിയെ അങ്ങനെ ഉന്തി വീഴ്ത്താൻ വേണ്ടി നിൽക്കുകയാണ്, പറ്റുന്നില്ല. അങ്ങനെ വീണ്ടും ഓടി വന്ന് സച്ചിനെ ഉന്താണ്. പെട്ടെന്ന് ഉന്തുമ്പോൾ സച്ചി നേരെ തിരിഞ്ഞ് നിൽക്കും. അപ്പം നേരെ സച്ചിയുടെ മേലോട്ട് നമ്മുടെ രേവതി വീഴാണ്. അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. നിനക്ക് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്, നിനക്ക് ഒരുപാട് കഴിവൊക്കെ ഉണ്ട് എന്ന് അങ്ങനെ സച്ചി പറയുകയാണ് രേവതിയുടെ അടുത്ത്. അങ്ങനെ പിന്നീട് രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കല്ലേ സവാരി പോകണമെന്ന് പറഞ്ഞത്, ഇപ്പം നിങ്ങൾക്ക് സവാരി പോകണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് പോകാനൊരു മൂഡൊന്നും ഇല്ല എന്ന് പറഞ്ഞ രേവതി അങ്ങനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുകയാണ്.